തീർച്ചയായും പഴുതില്ലാത്ത അന്വേഷണമാണ് നടക്കുന്നത് എന്നാണ് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശ്രീ ജയരാജ്, പഴുതില്ലാത്ത അന്വേഷണം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മൊഴി പോലും ഈ SIT വന്ന ശേഷം ഞങ്ങളുടെ മൊഴി പോലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ആ കുടുംബം പറയുന്നത്. പൂർണ്ണമായും അവർക്ക് അവിശ്വാസമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ആദ്യം അവിടുത്തെ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു, പിന്നീട് SIT അന്വേഷിക്കണം, ഒരു പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന് അവർ തന്നെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. എന്നിട്ട് കോടതിയിൽ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യ കോടതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ SIT ഒക്കെ പേരിനാണ്. കാരണം അവിടെ അന്വേഷിക്കുന്നത് ലോക്കൽ പോലീസാണ്. ഏത് പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണോ ഇവർ ആദ്യം ആരോപണം ഉന്നയിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് SITയിലും ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു പ്രത്യേക അന്വേഷണം നടക്കുന്നില്ല എന്ന് തന്നെ ആ കുടുംബത്തിന് തോന്നുകയാണ്. അങ്ങനെ തോന്നുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവർ തന്നെ നിർബന്ധിച്ച് അന്വേഷിച്ചാൽ മതി എന്ന തീരുമാനം സർക്കാർ എടുക്കുന്നത്? അപ്പോൾ എന്തോ മറയ്ക്കാനുണ്ട്. അങ്ങനെ നമുക്ക് എടുത്തു ചാടി തീരുമാനമൊന്നും പറയാൻ പറ്റില്ല സ്മൃതി. ഇതിനകത്ത് എനിക്ക് പ്രധാനമായിട്ട് 2-3 ഉത്തരങ്ങൾ ശ്രീ ഷാഫി ചാലിയത്തിന് കൊടുക്കാനുണ്ട്. ഒന്ന്, മനസ്സ് ശക്തമായ അവസ്ഥയിലാണോ ദുർബലമായ അവസ്ഥയിലാണോ ഒരാൾ സൂയിസൈഡ് ചെയ്യുന്നതെന്നുള്ളത് ഒരു അമേരിക്കൻ സ്റ്റഡി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശാസ്ത്രീയമായ വശങ്ങളുണ്ടെന്ന്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഷാഫി ചാലിയം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പഠിക്കാൻ മനഃശാസ്ത്രത്തിൽ യാതൊരു രീതികളുമില്ല. പിന്നെ ടൈപ്സ് ഓഫ് സൂയിസൈഡ് പറയുമ്പോൾ പലതരത്തിലുള്ള സൂയിസൈഡ് ഉണ്ട്. ആൽട്രൂയിസ്റ്റിക് സൂയിസൈഡ് ഉണ്ട്, ഈഗോയിസ്റ്റിക് സൂയിസൈഡ് ഉണ്ട്. ഇനിയിപ്പം ടു ബി എന്ന് പറഞ്ഞ് ചെയ്യുന്ന സൂയിസൈഡുണ്ട്, ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറഞ്ഞ് ചെയ്യുന്ന സൂയിസൈഡുകളുണ്ട്. ഇങ്ങനെ സൂയിസൈഡിനെ തന്നെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഈ കാറ്റഗറൈസേഷനകത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ആത്മാഭിമാനം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ വേലുത്തമ്പി ദളവ, പഴശ്ശിരാജ, ഇവരൊക്കെ രാജ്യസ്നേഹത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ പിടിക്കപ്പെടും, അല്ലെങ്കിൽ അവരെ ചിത്രവധം ചെയ്യുമെന്ന് പേടിച്ചിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ശക്തമായ മനസ്സുള്ള ആളുകൾ തന്നെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. നമ്മുടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആർ ശങ്കറിൻ്റെ ഒരുപാട് കേസസ് ഉണ്ട്. ഇതിപ്പോൾ ഞാനത് ഓഫ് ഹാൻഡായിട്ട് പരാമർശിക്കുന്നതല്ല, അതൊന്നും കറക്റ്റായിട്ട് തെളിവുകളുള്ളതല്ല. പക്ഷേ എന്തായാലും ആത്മഹത്യ ചെയ്യുന്നത് എപ്പോഴും ശക്തമായ മനസ്സുള്ള ആളുകളും ആത്മഹത്യ ചെയ്യാറുണ്ട്. അതൊരു സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷനാണ്. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മുമ്പുള്ള ഒരു പ്രിസീഡിങ് ഇൻസിഡന്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒരാൾ ഒരു കാരണം കേസസ് ഒക്കെ ഉണ്ട്. അതിന്റെ ഈ ആത്മഹത്യ ചെറിയ ഇടപെടൽ ഞാൻ ആ പുസ്തകം സ്മൃതിക്ക് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അത് അമേരിക്ക കഴിഞ്ഞ 10 കൊല്ലമായി ഫോളോ ചെയ്യുന്ന ലോകത്തെ ഏറ്റവും നൂതനമായ ഏറ്റവും വലിയ ഒരു പിന്തിരിപ്പൻ രാജ്യമൊന്നല്ല. കുറ്റാന്വേഷണ രംഗത്ത് ഏറ്റവും വലിയ FBI പോലുള്ള സംവിധാനമുള്ള അമേരിക്ക ഫോളോ ചെയ്ത് വരുന്ന ഒരു സിസ്റ്റമാണ്. ആ പുസ്തകത്തിന്റെ ഇത് ഞാൻ നിങ്ങൾക്ക് കിട്ടുന്നു. ഒന്ന് ഡോക്ടർ ജയരാജന്റെ ശ്രദ്ധയിലേക്ക് എടുത്തു, ഒന്ന് സ്ക്രീനിൽ കാണിക്കൂ, അത്രമാത്രം. അതിപ്പോൾ നമുക്ക് തൽക്കാലം അതിനുള്ള സാങ്കേതിക പ്രശ്നമുണ്ട്, സമയമെടുക്കും. അതുകൊണ്ടാണ് ശ്രീ ഷാഫി ചാലി. പറഞ്ഞോളൂ ശ്രീ ജയരാജ്. തീർച്ചയായും ഇതിനകത്ത് ധാരാളമായിട്ടുള്ള പലതരത്തിലുള്ള അവലോകനങ്ങളും പലതരത്തിലുള്ള സ്റ്റഡീസും ഇതുമായിട്ട് റിലേറ്റഡ് ആൻഡ് thousands of studies are there and many thousands of books are related to suicide and we cannot pinpointly say that ഇന്ന കാരണം കൊണ്ടാണ് സൂയിസൈഡ് ആണോ ആത്മഹത്യയാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല. ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടാവും, ഇന്ന നിർദ്ദേശങ്ങൾ. അല്ലാതെ അതൊരു ടെക്നോളജി ഒന്നുമല്ല. ഇറ്റ്സ് നോട്ട് എ ടെക്നോളജി അറ്റ് ഓൾ. ഒന്നാമത് ആ പറഞ്ഞ ടെക്നോളജി എന്നുള്ള വാക്ക് നമ്മൾ പിൻവലിക്കണം. ചില നിർദ്ദേശങ്ങൾ ആ പുസ്തകത്തിൽ വെച്ചിട്ടുണ്ടാവാം എന്നുള്ളതല്ലാതെ നമ്മൾക്ക് ആ പുസ്തകം വായിച്ചിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്തതാണോ അത് മർഡറാണോ എന്നൊന്നും വി കനോട്ട് അങ്ങനെയൊന്നും കൺക്ലൂഡ് ചെയ്യാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് അവിടുത്തെ സാഹചര്യങ്ങൾ ഇവിടുത്തെ സാഹചര്യം നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് നടക്കുന്നത്. അത് മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. US-ലെ സൂയിസൈഡ് ഇവിടുത്തെ സൂയിസൈഡും തമ്മിൽ അവിടെ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് അതേ സാധനം നമുക്ക് ഇത് അമേരിക്കയിലെ ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ള അദ്ദേഹം അത് ഏർപ്പെടുത്തിയാൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ എന്നൊരു സജഷനാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിൽ മാത്രം ഊന്നുണ്ട്. അതല്ലല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം, അതല്ലല്ലോ. ആ കുടുംബം ഉന്നയിച്ചിരിക്കുന്ന ബുദ്ധിമുട്ട്, കുടുംബത്തിന്റെ സംശയങ്ങൾ, അത് ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ സർക്കാരിന് എന്തിനാണ് ഈ കടുംപിടുത്തം എന്നുള്ള ചോദ്യം കൂടി ഉണ്ടല്ലോ. സർക്കാരിന് ഇതിനകത്ത് യാതൊരു കടുംപിടുത്തമില്ല. സർക്കാർ വളരെ സുതാര്യമായ തീരുമാനമാണ് എടുക്കുന്നത്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഈ പരാതി ഉന്നയിക്കപ്പെട്ട ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനകത്ത് ആരൊക്കെ വേണം എന്നൊന്നും സജസ്റ്റ് ചെയ്യാനൊന്നും കുടുംബത്തിന് പറ്റില്ല. ഇന്ന ആൾ അന്വേഷിച്ചാൽ മതി, ഇന്ന ആൾ വേണം എന്നൊന്നും ഒരു കേസിലും എത്ര പ്രമാദമായ കേസാണെങ്കിൽ പോലും ഇവരെ മാറ്റി നിർത്തി അന്വേഷിക്കണം. നമ്മളിപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നെയല്ല, അത് അന്വേഷിച്ച്
സ്ത്രീകളായിട്ട് തന്നെ അത് അന്വേഷിച്ചത്, ചോദ്യം ചെയ്ത് സമയം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഇത്തരം കേസുകളിൽ വരാറുണ്ട്. അതവിടെ നിൽക്കട്ടെ. കുടുംബാംഗങ്ങളുടെ ഇതിനകത്ത് നമ്മൾ തീയിലേക്ക് കൂടുതൽ എണ്ണ ഒഴിക്കുന്ന ഒരു പ്രവൃത്തിയാണ് മറ്റു പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ലൈവായിട്ട് ഇത്തരം ചർച്ചകൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇതെനിക്കൊരു പോസിറ്റീവ് എൻഡിങ് ഉണ്ടാവാൻ വേണ്ടി അല്ല എന്ന് എനിക്ക് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇതെന്തെങ്കിലും ഒരു സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി, വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് വേണ്ടി, അണ്ടർലൈൻ ചെയ്ത് പറയാണ്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അവലംബിക്കുന്ന. പലപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ അവലംബിക്കുന്ന രീതി കണ്ടിട്ട് ഇത് കുടുംബത്തിനെ കൂടുതൽ വിഷമത്തിലേക്ക് തള്ളിയിടുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുള്ളതുകൊണ്ടാണ്. അല്ലല്ല, കുടുംബം വിഷമത്തിൽ തന്നെയാണ്, കുടുംബം വിഷമത്തിൽ തന്നെയാണ് ശ്രീ ജയരാജ്, കുടുംബം വിഷമത്തിൽ തന്നെയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ സർക്കാരില്ല, വിശ്വസിച്ച പ്രസ്ഥാനമില്ല എന്നുള്ളത് വിഷമം തന്നെയാണ്. അങ്ങനെ നീതി തേടി കോടതിയിലേക്ക് പോകേണ്ടി വരുന്നു. ഈ അന്വേഷണ സംഘത്തെ കൊണ്ട് നീതി ഞങ്ങൾക്ക് നടപ്പാകില്ല എന്ന ഒരു തോന്നലിലാണല്ലോ അവർ സ്വാഭാവികമായും CBI വരട്ടെ എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുക. പിന്നെ കുടുംബത്തെ വേറെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യമില്ല, അവരുടെ അനുഭവമാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഏത് കേസസ് ആണെങ്കിലും നമ്മളിപ്പം ഉദാഹരണത്തിന് എൻ്റെ കുടുംബത്തിലും എൻ്റെ പരിചയക്കാരുടെ കുടുംബത്തിലുമൊക്കെ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. അന്നേരം എല്ലാം ഈ ലോക്കൽ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. CBI അന്വേഷിക്കണം. നമ്മളെപ്പോഴും CBI എന്ന് പറയുന്നത് ഒരു പരമോന്നത അല്ലെങ്കിൽ പ്രോബ്ലം ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അങ്ങനെ കരുതിയിട്ടല്ല ശ്രീ ജയരാജ്, അങ്ങനെയൊന്നും കരുതിയിട്ടല്ല. കൂട്ടിലടച്ച തത്ത എന്നൊക്കെ ഇവിടെ കിടന്ന് പറയാം. അല്ലല്ല, ഒരു രാജ്യത്തുള്ള അന്വേഷണ ഏജൻസികളിൽ ഏതെങ്കിലും ഒന്നിനെ വിശ്വസിച്ചല്ലേ പറ്റൂ. ഈ കേസിൽ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയുടെ സഹായം തേടുകയല്ലാതെ മറ്റെന്താണ് വഴി? മറ്റു വഴികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ പോലീസ് പൂർണ്ണമായും PP ദിവ്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആ കുടുംബത്തിന്റെ തോന്നലാണ്, അവരുടെ അനുഭവമാണ്. അനുഭവം നമുക്ക് പറയാൻ പറ്റില്ല, കുടുംബത്തിലെ തോന്നലാവാം. ആ തോന്നൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയും മറ്റ് സ്ഥാപിത താല്പര്യങ്ങളുള്ള ആളുകളുമാണ് എന്ന് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ശരി, അങ്ങനെയെങ്കിൽ ഇതിൽ ഇല്ലില്ല, അങ്ങനെ ഒരു സംശയം ഉണ്ടാക്കി ആത്മഹത്യയാണെങ്കിൽ തന്നെ ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങളുണ്ടല്ലോ. അതിൽ പ്രശാന്തൻ എന്ന വ്യക്തിയും പ്രധാനപ്പെട്ട ഒരു ആളായി അവിടെ വരികയാണല്ലോ. പ്രശാന്തനിലേക്ക് അന്വേഷണം പോയോ? ഇല്ല. ഇത്തരം അന്വേഷണം പോയോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അന്വേഷണം പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ. ഇത്രയും രഹസ്യാത്മകത എന്തിനാന്നേ മാധ്യമങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടോ? അല്ല, ഈ അന്വേഷണ റിപ്പോർട്ടൊക്കെ അവിടെ പോകുന്നുണ്ടല്ലോ. പ്രശാന്തനുമായിട്ട് എന്ത് അന്വേഷണം നടത്തി? പ്രശാന്തനുമായി ബന്ധപ്പെട്ട് എന്ത് അന്വേഷണം നടത്തി? പബ്ലിക്കായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ എടുത്തു വെക്കാൻ പറ്റുമോ? എല്ലാ കേസുകളിലും അങ്ങനെയാണോ? എല്ലാ കേസുകളിലും അങ്ങനെ ചെയ്യാറുണ്ടോ? എല്ലാ കേസിലും ഒന്നും അങ്ങനെ ചെയ്യാറില്ല. അത് ജനങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയുക, മാധ്യമങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ അറിയുക, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള മെക്കാനിസം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കൊണ്ടുവരിക. ഇത്തരം എന്തെങ്കിലും അന്വേഷണം പോയോ ഇല്ലയോ എന്ന്. അല്ല, പോയോ എന്ന് ചോദിച്ചാൽ പോയില്ലെന്നോ പറയാനോ ഞാൻ ആളല്ല. കാരണം ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ലാത്തടത്തോളം കാലം അത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കെങ്ങനെ പറയാൻ പറ്റും? സ്മൃതിക്ക് എങ്ങനെ പറയാൻ പറ്റും? പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? എന്തായാലും കോടതിയുടെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ടല്ലോ. എല്ലാത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. CCTV എല്ലാ ദൃശ്യങ്ങളും എടുത്തിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചു വരികയാണ്. വളരെ വിശദമായ അന്വേഷണമുണ്ട്. ഇതിപ്പോൾ കൊലപാതകമാണോ എന്ന അന്വേഷണവും ഞങ്ങൾ നടത്തുന്നതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഒരു തരത്തിലും വിശ്വാസയോഗ്യമായ കാര്യങ്ങളല്ല ആ കുടുംബത്തെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളതെന്നുള്ളതാണ് നമ്മുടെ യാഥാർത്ഥ്യം. ഏതായാലും 2 തരം റിപ്പോർട്ടുകൾ, ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ രക്തക്കറ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യയെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഈ 2 റിപ്പോർട്ടുകളും കോടതി എങ്ങനെ പരിശോധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. വരും ദിവസത്തിൽ എനിക്ക് തോന്നുന്ന 12-ാം തീയതി വരുന്ന ദിവസം തന്നെ കോടതി ഈ വിഷയത്തിൽ ഒരു നിലപാടെടുത്തേക്കും. ഈ CBI അന്വേഷണത്തിന്റെ കാര്യത്തിൽ തീരുമാനം കോടതിയിൽ നിന്ന് വരും ദിവസം ഉണ്ടാവുകയും ചെയ്യും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.